നമസ്കാരം. വന്യമൃഗാക്രമണത്തിനിരയാകുന്ന മനുഷ്യജീവന് വില നൽകാത്ത സംസ്ഥാന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് വയനാട് ജില്ലയിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു. ഇന്ന് രാവിലെ 6 മണി മുതൽ ആരംഭിച്ച ഹർത്താൽ വൈകിട്ട് 6 വരെയാണ് നടക്കുന്നത്. ഹർത്താലിനോട് സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി അറിയിച്ചിട്ടുണ്ട്. പ്രവർത്തകർ ഹർത്താൽ വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങിയതോടെ ചിലയിടങ്ങളിൽ സംഘർഷം ഉടലെടുത്തിട്ടുണ്ട്. രാവിലെ 6 മണിയോടെ തന്നെ ജില്ലാ അതിർത്തിയായ ലക്കിടിയിൽ UDF പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചത് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള നേരിയ സംഘർഷത്തിൽ കലാശിച്ചു. ലക്കിടി ജില്ലയിലേക്കുള്ള പ്രവേശന കവാടത്തിലാണ് UDF പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞിട്ടത്. എന്നാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസ് പ്രവർത്തകരെ റോഡിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു. ഇതോടെ പ്രകോപിതരായ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് പ്രവർത്തകരെയെല്ലാം പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. തുടർന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു. പോലീസിനെ ഉപയോഗിച്ച് സമരം പൊളിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന് ലക്കിടിയിൽ പ്രതിഷേധവുമായി എത്തിയ UDF പ്രവർത്തകർ ആരോപിച്ചു. 2 ജീവനുകളാണ് കഴിഞ്ഞ ദിവസം പൊലിഞ്ഞത്. വയനാടൻ ജനത എന്താ രണ്ടാനമ്മയ്ക്കുണ്ടായ മക്കളാണോ? മുഖ്യമന്ത്രിക്ക് ജില്ലാ സമ്മേളനത്തിന് പോകാൻ സമയമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ജീവൻ നഷ്ടമായവരുടെ ബന്ധുക്കളായ ആ പാവങ്ങളെ സന്ദർശിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആരോട് പറയും? ഇങ്ങനെയല്ലേ പ്രതിഷേധിക്കാനാവൂ? പോലീസിനെ ഉപയോഗിച്ച് സമരം പൊളിക്കാനാണ് നീക്കം. സാധാരണ എല്ലാ ഹർത്താലിലും 10-15 മിനിറ്റ് പിടിച്ചിട്ട് വാഹനങ്ങൾ വിടാറുണ്ട്. എന്നാൽ ഇന്ന് തുടക്കത്തിലെ CI വന്നിട്ട് ഞങ്ങളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത് എന്ന് ഹർത്താൽ അനുകൂലിയായ ഒരാൾ പ്രതികരിച്ചു. ഇതിനിടെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ പോലീസ് ഉദ്യോഗസ്ഥരോടും തട്ടിക്കയറി. ഇത് ഷോ അല്ലെന്നും നിങ്ങളാണ് സുരേഷ് ഗോപി കളിക്കുന്നതെന്നുമായിരുന്നു ഇയാൾ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞത്. തുടർന്ന് പ്രവർത്തകരെയെല്ലാം പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്ഥലത്തു നിന്ന് മാറ്റി. ആവശ്യ സർവീസുകളെയും പരീക്ഷ, വിവാഹം, പള്ളിക്കുന്ന് പെരുന്നാൾ എന്നീ യാത്രകളെയും ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയതായി UDF ജില്ലാ ചെയർമാൻ KK അഹമ്മദ് ഷാജിയും കൺവീനർ PT ഗോപാലക്കുറുപ്പും കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അതേസമയം ഹർത്താലിനോട് സഹകരിക്കില്ലെന്നും ജില്ല മൊത്തം സ്തംഭിപ്പിക്കുന്ന സമര രീതികളോട് യോജിക്കാൻ കഴിയില്ലെന്നും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ജോജിൻ T ജോയ്, ജനറൽ സെക്രട്ടറി K ഉസ്മാൻ, ട്രഷറർ നൌഷാദ് കരിമ്പിനക്കൽ എന്നിവർ അറിയിച്ചു. ഹർത്താലിനോട് സംബന്ധിച്ച് UDFന്റെ പ്രതിഷേധ മാർച്ചും ഇന്ന് നടക്കും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ജില്ലയിൽ സർവീസ് നടത്തേണ്ടതില്ലെന്നാണ് സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരുടെ തീരുമാനം. പാൽ, പരീക്ഷ, പത്രം, വിവാഹം, ആശുപത്രി ആവശ്യങ്ങൾക്കായുള്ള യാത്രകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കി. അതേസമയം രാവിലെ ബത്തേരി KSRTC സ്റ്റാൻഡിൽ നിന്ന് ദീർഘദൂര ബസ്സുകൾ സർവീസ് തുടങ്ങിയിട്ടുണ്ട്. UDF ഹർത്താലിനെ വിമർശിച്ച LDF നേതാക്കൾ വയനാട് MP പ്രിയങ്ക ഗാന്ധിക്കും മുൻ MP രാഹുൽ ഗാന്ധിക്കും വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ലെന്ന് വിമർശിച്ചു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.